ഹായ് ഫ്രണ്ട്സ്, നേടാം LP-UP എന്ന പുതിയ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. LP-UPയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ കേരള ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്കിൽ പറഞ്ഞേക്കുന്നത് പഴശ്ശി വിപ്ലവങ്ങളെക്കുറിച്ചായിരുന്നു. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 1 ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലിടുക. കാണാം. ഇത് നമുക്ക് ഇന്ന് പഠിക്കുന്നത് നമ്മൾ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനുമാണ്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഴശ്ശി വിപ്ലവം പറഞ്ഞിരുന്നു. നമ്മുടെ ഈ ഒരു ശ്രീരംഗപട്ടണം ഉടമ്പടിയെ തുടർന്നാണ് തിരുവിതാംകൂർ, കൊച്ചി, അതുപോലെ തന്നെ മലബാർ എന്നീ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷിൻ്റെ കൺട്രോളിലാവുന്നത്. അപ്പോൾ മലബാർ പ്രദേശങ്ങൾ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആളാണ് നമ്മുടെ പഴശ്ശിരാജ. അതുപോലെ പഴശ്ശി വിപ്ലവങ്ങളൊക്കെ അല്ലേ. അതേപോലെ തന്നെയാണ് ഈ കൊച്ചിയിലും തിരുവിതാംകൂറിലും എല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തികളാണ് ഈ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിയാണ് വേലുത്തമ്പി ദളവ. അതേപോലെ കൊച്ചിയിലാണ് പാലിയത്തച്ഛൻ. അപ്പോൾ ഇവർ രണ്ടുപേരെ പേരും ഒരുമിച്ചാണ് നമ്മുടെ സിലബസിൽ തന്നേക്കുന്നത് അല്ലേ. അതൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരേ സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ സമരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടൊക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്ത് ഇവർ രണ്ടുപേരും പേര് നമ്മുടെ സിലബസിൽ ഇങ്ങനെ ഒരുമിച്ച് തരുന്നത്. അപ്പോൾ ഇവരുമായി തമ്മിൽ കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ 1802 മുതൽ 1809 വരെ തിരുവിതാംകൂർ രാജ്യത്തെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി. അപ്പോൾ നമ്മുടെ വേലുത്തമ്പി ദളവയാവുന്നത് എപ്പോഴാണ്? 1802 അപ്പോൾ 1802 1809 വരെയാണ് രാജ്യത്തെ ദളവ പദവി അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദവി വഹിക്കുന്നത് അല്ലേ. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ദളവ സ്ഥാനത്തേക്ക് ഏറ്റവും ഉയർന്ന ഒരു ഹയസ്റ്റ് പൊസിഷൻ ആയിരുന്നു ഈ ദളവ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലോട്ട് ഇദ്ദേഹം അതിശയിപ്പിക്കുന്ന ഒരു സ്പീഡിലാണ് എത്തിയത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. അപ്പോൾ ആരുടെ പ്രശസ്തനായ ദിവാനായിരുന്നു? അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. ദെൻ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനായ വർഷം എപ്പോഴാണ്? 1802 1802 വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാനാവുന്നത്. ദെൻ വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് ഫുൾ നെയിമാണ് അല്ലേ. അപ്പോൾ എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ എന്നാണ്. വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ്. ദെൻ വേലുത്തമ്പിയുടെ ജന്മദേശം കൽക്കുളമാണ്. കന്യാകുമാരി ജില്ല കൽക്കുളം എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട്. ദെൻ വേലുത്തമ്പിയുടെ തറവാട്ട് നാമം തലക്കുളത്ത് വീടാണ്. വേലുത്തമ്പിയുടെ തറവാട്ട് നാമം തലക്കുളത്ത് വീടാണ്. അപ്പോൾ നമ്മൾ വേലുത്തമ്പി ദളവ എന്നൊരു പോസ്റ്റിലിട്ട് 1802 വരികയാണല്ലേ. സോ ഈ ഒരു 1802 ഇദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ദളവയാവുന്ന സമയത്ത് ആ സമയത്ത് തിരുവിതാംകൂറിലെ സാമ്പത്തിക അവസ്ഥ ഇച്ചിരി മോശമായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം പറയുന്നത് 25 ലക്ഷത്തോളം തിരുവിതാംകൂറിന് അന്നേ ആ ഒരു സമയത്ത് കടമുണ്ടായിരുന്നു. അത്രയും ബാധ്യത ഉണ്ടായിരുന്നു. ഖജനാവിലൊന്നും വലിയ പൈസ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചില ആർട്ടിക്കിൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കടങ്ങൾ അറിയില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് 25 ലക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ കോടികളുടെയൊക്കെ ഇതാണ് അല്ലേ. അപ്പോൾ ആ അത്രയും ഒരു എമൗണ്ട് കുറവ് വരുന്ന സമയത്ത് ആ സമയത്ത് ആ ഒരു കാര്യങ്ങൾ ഭരിക്കാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരുടെ കൺട്രോളും കൂടി ആവുകയാണ് ഈ സ്ഥലങ്ങൾ. തിരുവിതാംകൂർക്ക് ബ്രിട്ടീഷുകാരുടെ കൺട്രോളാണ്. സോ അതുകൊണ്ട് തന്നെ അവരെന്താണ് ഈ പൈസ പിരിക്കുന്നതും അല്ല സംഭാവന പിരിക്കുന്നതും ഒക്കെ ആരുടെ കൺട്രോളിലായിരിക്കും? അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ. അപ്പോൾ ഇവർക്ക് അതിനുള്ള ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല. അങ്ങനെ ഇരിക്കലാണ് വേലുത്തമ്പി ദളവ ഒരു കാര്യം ചെയ്യുന്നത്. തിരുവിതാംകൂറിൽ നമ്മുടെ നായർ ബ്രിഗേഡ്സിൻ്റെ അലവൻസ്, അതായത് ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ്. അപ്പോൾ അങ്ങനെ അലവൻസ് എല്ലാം ആ സമയത്ത് സേന എന്ന് പറയുന്ന നായർ സേനയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഓക്കെ, അതായത് തിരുവിതാംകൂറിൽ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ച വേലുത്തമ്പി ദളവ എന്ത് ചെയ്യാണ്? അതിനെക്കുറിച്ചുള്ള നീക്കങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയാണ്. ആ സമയത്ത് ഓഫ്കോഴ്സ് അവരെന്തായാലും തിരിച്ച് എതിർക്കും അല്ലേ. അപ്പോൾ അതിനെതിരെ എതിർക്കുന്നുണ്ട്. അതൊരു തിരുവിതാംകൂർ പട്ടാള ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത് നമുക്കത് അടുത്ത സ്ലൈഡിലൊക്കെ പഠിക്കാം. അപ്പോൾ ഇതൊരു സംഭവം നടക്കുന്നുണ്ട്. അത് മാത്രമല്ല അപ്പോൾ ഈ ഒരു സമയത്ത് അതായത് ഇവരെ ഒരു 1802 ആ ഒരു ടൈമിൽ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്നു കേണൽ മെക്കാളെ ആയിരുന്നു. ആ സമയത്ത്
ബ്രിട്ടീഷ് റെസിഡൻറ്റ് കേണൽ മെക്കാളെ ആയിരുന്നു. അപ്പോൾ ഈ കേണൽ മെക്കാളെ വേലുത്തമ്പി ദളവയിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിരുവിതാംകൂർ പട്ടാള ലഹള അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മെക്കാളെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇതൊന്ന് സപ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു പ്രോബ്ലം അങ്ങനെ സോൾവ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യാൻ ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് ഒരു അവസരത്തിൽ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട പൈസ അധികം തികയാണ്ടാവുകയാണ്. ആ ഒരു സമയത്ത് കൊട്ടാരത്തിലുള്ള സ്വർണ്ണങ്ങളൊക്കെ പണയം വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാര്യമായിട്ട് നടക്കുന്നില്ല. അങ്ങനെ എന്താവുകയാണ്, ബ്രിട്ടീഷുകാർ ഇവരോട് പിന്നെയും ദേഷ്യം എന്ന രീതിയിലായി മാറുവാണ്. അപ്പോൾ ലോർഡ് മെക്കാളെയുമായിട്ടൊക്കെ കുറച്ച് കശപിശകൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ലോർഡ് മെക്കാളെ കേണൽ മെക്കാളെ പിന്നെ ഇദ്ദേഹത്തിന് എതിരെ എന്ന രീതിയിലാവുന്ന അങ്ങനെ ശക്തമായിട്ട് ഇദ്ദേഹത്തിന് ഈ കേണൽ മെക്കാളയ്ക്കെതിരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെയൊക്കെ ഇദ്ദേഹം പിന്നെ പൊരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, തിരുവിതാംകൂറിൽ നായർ ബ്രിഗേഡ് അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള എന്ന് അറിയപ്പെടുന്നത്. 1804 കേട്ടോ. അപ്പോൾ തിരുവിതാംകൂർ പട്ടാള ലഹള നടക്കുന്നത് എപ്പോഴാണ്? 1804. എന്തിനു വേണ്ടിയിട്ടാണ്? തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഈ വേലുത്തമ്പി ദളവ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കുണ്ട്ര പ്രൊക്ലമേഷൻ ആണ് അല്ലേ, കുണ്ടറ വിളംബരമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നോക്കാം. അപ്പോൾ കുണ്ടറ വിളംബരം നടക്കുന്നത് എപ്പോഴാണ്? 1809 ജാനുവരി 11 അല്ലേ. അപ്പോൾ ഇതിൽ ചരിത്രപരമായിട്ടൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒത്തിരി ആൾക്കാർ, അതായത് സാധാരണക്കാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുണ്ടറ വിളംബരത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ചരിത്രപരമായിട്ടുണ്ട്. ഇനി നോക്കാം കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ്? വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം പുറപ്പെടുപ്പിച്ച വർഷം 1809 ജനുവരി 11. അപ്പോൾ കുണ്ടറ വിളംബരത്തിലൂടെയാണ് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തത്. ഓക്കെ, കുണ്ടറ വിളംബരത്തിലൂടെയാണ് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തത്. 1809 ജനുവരി 11. ഇനി കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രമാണ്. ഓക്കെ, കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രമാണ്. ഇതിൽ കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആണ്, പ്രസിഡന്റ് അല്ല കേട്ടോ. റെസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ മെക്കാളെ. അപ്പോൾ കേണൽ മെക്കാളെ ആദ്യം നമ്മുടെ വേലുത്തമ്പി ദളവയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ആ രണ്ട് കക്ഷി ആവുന്നത് കേട്ടോ. അപ്പോൾ കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കാളെയാണ്. ഇനി ഇപ്പം നമ്മുടെ സിലബസിൽ തന്നേക്കുന്ന സമയത്ത് വേലുത്തമ്പി ദളവയും നമ്മുടെ പാലിയത്തച്ഛനും ഒരുമിച്ചാണ് തന്നത് അല്ലേ. അപ്പോൾ അതിന് ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നത് എന്നുള്ള കാര്യം. പിന്നെ ഈ കേണൽ മെക്കാളെയും നമ്മുടെ പാലിയത്തച്ഛനും തമ്മിൽ ചെറിയൊരു കശപശക്കുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പാലിയത്തച്ഛൻ നമ്മൾ പറഞ്ഞല്ലോ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ശത്രു ഉണ്ടായിരുന്നു, കുഞ്ഞികൃഷ്ണ മേനോൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിന് അഭയം കൊടുക്കുന്നുണ്ട് ഈ കേണൽ മെക്കാളെ പാലിയത്തച്ഛൻ്റെ ശത്രുവായ കുഞ്ഞികൃഷ്ണ മേനോന് അഭയം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പാലിയത്തച്ഛൻ പറയുന്നുണ്ട് എന്താണ്, കുഞ്ഞികൃഷ്ണ മേനോന് ആവശ്യപ്പെടുന്നത്, ദാറ്റ് മീൻസ് വിട്ടയക്കാൻ പറയുന്നത്, അവർ കൺട്രോൾ തരാൻ പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, മെക്കാളെ സമ്മതിക്കുന്നില്ല. ആ ഒരു സംഭവത്തെ തുടർന്ന് ആരാണ് നമ്മുടെ പാലിയത്തച്ഛൻ ഈ കേണൽ മെക്കാളയുടെ കട്ടകലിപ്പിലിരിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഈ കുണ്ട്ര പ്രൊക്ലമേഷനിലൂടെ വേലുത്തമ്പി ദളവയും ഈ കേണൽ മെക്കാളയ്ക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെയാണ് നമ്മുടെ പാലിയത്തച്ഛനെ കൊച്ചിയിൽ നിന്നും പാലിയത്തച്ഛനും. അപ്പോൾ ഈ പാലിയത്തച്ഛന്മാർ വെച്ചാൽ ഏറ്റവും സമ്പന്നരായ ഒരു ആൾക്കാരോട്ടോ, നല്ല സാമ്പത്തികമായിട്ടൊക്കെ. അപ്പോൾ ഈ നമ്മുടെ ഈ സമരങ്ങൾക്കൊക്കെ വേലുത്തമ്പി ദളവയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരെ പേര് നമ്മുടെ സിലബസിൽ ഒരുമിച്ചൊക്കെ തരാനുള്ള കാരണം കേട്ടോ. ഇനി കുണ്ട്ര വിളംബരം, അതായത് കുണ്ട്ര വിളംബരത്തിൻ്റെ ഭാഗമായി നടന്ന യുദ്ധമാണ് കേട്ടോ, രാനന്തരം കേട്ടോ. അപ്പോൾ കൊല്ലം യുദ്ധമാണ് 1809 ജനുവരി 10. നമ്മുടെ 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നടന്ന ഒരു യുദ്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം യുദ്ധമാണ് 1809 ജനുവരി 15. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവരെ നമ്മുടെ വേലുത്തമ്പി ദളവയെ പിടിക്കുകയാണ്. പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ
എന്നെ കിട്ടില്ല എന്ന രീതിയിൽ പുള്ളി എന്താ ചെയ്യണം, ആത്മഹത്യ, നമ്മുടെ പഴശ്ശി ചെയ്ത പോലെ തന്നെ ആത്മഹത്യയാണ് ചെയ്യുന്നത് കേട്ടോ. ആത്മഹത്യയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എവിടെയാണ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ആകുമ്പോൾ, അതായത് ഈ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന കുറച്ച് മുമ്പ് കുറേ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഈ പാലിയത്തച്ഛനില്ലേ ജസ്റ്റ് എസ്കേപ്പ് ആവുന്നുണ്ട് എന്നൊക്കെ ബുക്കിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിച്ച സമയത്ത് അതിൽ പറയുന്നത് അവസാനം ആകുമ്പോൾ എന്താണ് വേലുത്തമ്പി തലവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇദ്ദേഹം കൂറുമാർ ബ്രിട്ടീഷുകാർ കൂടെ ചേരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സത്യമാണെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ അതെന്താ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുകയാണ്. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണടി ക്ഷേത്രത്തിലാണ്, 1809. അപ്പോൾ വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് 1809. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം. അപ്പം നമ്മുടെ വേലുത്തമ്പി ദളവ കട്ട കലിപ്പായിരുന്നു കേട്ടോ അവർക്ക്, ബ്രിട്ടീഷുകാർക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, പരസ്യമായിട്ട് മൃതശരീരം കെട്ടിത്തൂക്കുന്നുണ്ട്. അത് കണ്ണമ്മൂല തിരുവനന്തപുരത്താണ്. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം കണ്ണമ്മൂല തിരുവനന്തപുരം. ഇനി വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മരിക്കുന്നത് എവിടെയാണ്, ആത്മഹത്യ ചെയ്യുന്ന മണ്ണടിയിലാണല്ലേ. സോ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, മണ്ണടിയിലാണ്. ഓക്കെ, ദെൻ വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയത്തിലാണ്. തിരുവനന്തപുരത്തിലെ നേപ്പിയർ മ്യൂസിയത്താണ് വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിന് ശേഷം, അതായത് വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായ വ്യക്തിയായിരുന്നു ഉമ്മിണിത്തമ്പി എന്ന് പറയും. അപ്പോൾ ഉമ്മിണിത്തമ്പി എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിലയ്ക്ക് പറയുകയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം പട്ടണമൊക്കെ പണി കഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പിയാണ്. ദെൻ തിരുവിതാംകൂറിലെ പോലീസ് സേന, അപ്പോൾ അതിന് മുമ്പൊക്കെ നായർ സേനയുണ്ട്. അപ്പോൾ നായർ സേന കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹമാണ് തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്കൊക്കെ തുടക്കം കുറിച്ച ദിവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഉമ്മിണിത്തമ്പി. അതായത് നമ്മുടെ വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം വന്ന ഉമ്മിണിത്തമ്പിയാണ്. ഓക്കെ, അപ്പോൾ വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ആരാണ്, ഉമ്മിണിത്തമ്പിയാണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചതൊക്കെ ഉമ്മിണിത്തമ്പിയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മിണിത്തമ്പിയാണ്. അപ്പോൾ അതുവരെ എന്തായിരുന്നു, നായരുപടയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ വന്ന ശേഷമാണ്, ഉമ്മിണിത്തമ്പി വന്ന ശേഷമാണ് പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത്. ഇനി നമുക്ക് പാലിയത്തച്ഛനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം നോക്കാം. അപ്പോൾ കൊച്ചി നാട്ടുരാജ്യത്തെ പാലിയം പ്രദേശത്തുള്ള പ്രമുഖ നായർ തറവാട് കാരണവന്മാർ അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലിയത്തച്ഛനാണ്. ഓക്കെ, കൊച്ചി നാട്ടുരാജ്യത്തെ പാലിയം പ്രദേശത്തുള്ള പ്രമുഖ നായർ തറവാട് കാരണന്മാരൊക്കെ അറിയപ്പെടുന്നത് പാലിയത്തച്ഛൻ എന്ന പേരിലാണ്. അപ്പോൾ കൊച്ചി നാട്ടുരാജ്യത്തിലെ പ്രധാനമന്ത്രിമാരായി പാലിയത്ത അച്ഛന്മാർ ചുമതല വഹിക്കുന്ന കാലഘട്ടം എപ്പോഴാണ്, 1632 മുതൽ 1809. കണ്ടോ, നമ്മുടെ എന്താണ് വേലുത്തമ്പി ദളവയുടെ കാലഘട്ടത്തൊക്കെ ഇവരാണ് പാലിയത്തച്ഛന്മാരാണ്. സോ അതുകൊണ്ടാണ് അവർക്ക് ചെറിയൊരു ഹെൽപ്പിലൊക്കെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയത്. ഓക്കെ, അപ്പോൾ കൊച്ചി നാട്ടുരാജ്യത്തിലെ പ്രധാനമന്ത്രിമാരായ പാലിയത്തച്ഛന്മാർ ചുമതല വഹിച്ചിരുന്ന കാലഘട്ടം 1632 മുതൽ 1809. ഇതൊന്നും അങ്ങനെ എക്സാം ചോദിക്കാൻ ചാൻസ് ഇല്ല ഈ വർഷം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ വേലുത്തമ്പിയുടെ കുറച്ച് കോൺട്രിബ്യൂഷൻ എന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആര്, വേലുത്തമ്പി ദളവ. ഇത്രയും ഈ 5 പോയിന്റ്സിൻ്റെ ആൻസർ വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് ആണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി, മൊബൈൽ കോർട്ട് ഉണ്ടല്ലോ, അതിനാണ് സഞ്ചരിക്കുന്ന കോടതികൾ എന്ന് പറയുന്നത് അല്ലേ, അത് സ്ഥാപിച്ചത് ആരാണ്, വേലുത്തമ്പി ദളവയാണ്. ദെൻ വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിന് കൃഷി യോഗ്യമാക്കിയ ദിവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലുത്തമ്പി ദളവയാണ്. അതായത് വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ വേലുത്തമ്പി ദളവയാണ്. ദെൻ ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ച ദിവാൻ ആരാണ്, വേലുത്തമ്പി ദളവയാണ്. പിന്നെ കൊണ്ട്ര വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. അപ്പോൾ ഇപ്പോൾ 5 പോയിന്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഒന്നുകൂടി പറയാം. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ ആരാണ്, വേലുത്തമ്പി ദളവയാണ്. ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ച ദിവാൻ വേലുത്തമ്പി ദളവയാണ്. കുണ്ട്ര വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരാളുടെ പേരിൽ കുറേ സംഭവം വരും, അതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എക്സാം സമയത്ത് എന്തെങ്കിലും ഇതിനിടയിൽ കൂടെ വേറെ എന്തെങ്കിലും സംഭവം നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് വേലുത്തമ്പി ദളവയും അതുപോലെ തന്നെ പാലിയത്തച്ഛനുമായിട്ട് ബന്ധപ്പെട്ട്
പഠിക്കാനുള്ളത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പാലിയത്തച്ഛനും നമ്മുടെ വേലുത്തമ്പി തമ്മിലുള്ള ബന്ധമൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ പാലിയത്തച്ഛന് വന്നിട്ട് നമ്മുടെ ഈ ഒരു വേലുത്തമ്പിയുമായി കൂട്ടിച്ചേർന്നിട്ട് ബോൾഗാട്ടി പാലസ് ഒക്കെ അറ്റാക്കൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബുക്കിലൊന്നുമില്ല. അറ്റാക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു 600 ആൾക്കാരെ കൂട്ടിയിട്ട് നമ്മുടെ ഈ മെക്കാളയുടെ റെസിഡൻസിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ആ സമയത്ത് മെക്കാളെ എന്ത് ചെയ്യുന്നുണ്ട്, എസ്കേപ്പ് ആവുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാ പോയിന്റ്സും ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയറും കൂടി ചെയ്യുക. ഓക്കെ, കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.